വെൽക്കം ബാക്ക് ടു ടേസ്റ്റി മലയാളി ഫുഡ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ലേക്ക് ആഞ്ചിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ്. അപ്പോൾ അതുപോലെ ഈ റിസോർട്ടിൻ്റെ റൂംസ്, അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഫിഷിങ്, പിന്നെന്താ അങ്ങനെ ഒരുപാട് ഗെയിമിങ്. പിന്നെ ഞങ്ങൾ ഇന്നൊരു കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറേ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. സോ കീപ്പ് വാച്ചിങ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹലോ, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ഇൻട്രോ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഇൻട്രോ കേട്ടോ. അപ്പോൾ അവളുടെ ഒരു ഇൻട്രോ വെറുതെ കൊടുത്തതാണ്. അപ്പം ഞങ്ങൾ ആ ഒരു വീഡിയോയിൽ, അതായത് ആ ഒരു ദിവസം തന്നെ 2 സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. കോഴിപ്പാറ വാട്ടർഫാൾസിലും പിന്നെ നമ്മളൊരു റിസോർട്ടിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് വരും, നമ്മൾ വലിയതാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിപ്പാറ വാട്ടർഫാൾസിലേക്കാണ്. ഇവിടെ നമ്മുടെ കോഴിക്കോട് മലപ്പുറം ബോർഡറിലാണ് ഈ ഒരു വാട്ടർഫാൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 12 മണി ആ ഒരു ടൈമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആണെന്ന് തോന്നുന്നു അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. കോഴിപ്പാറ വാട്ടർഫാൾസിലേക്ക് കോഴിക്കോട് നിന്ന് വരുന്നവർക്കാണെങ്കിൽ 52 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വരുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷീണമൊന്നും തോന്നില്ല. കാരണം അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ ഈ വെള്ളത്തിലൊന്ന് കാല് വെച്ചാൽ മതി, നല്ല മൈൻഡ് കൂളാവും. അത്രയും തണുത്ത വെള്ളമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു എന്തായാലും.
ഈ ഒരു വാട്ടർഫാൾസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നതിനേക്കാളും നല്ലത് ഇവിടെ വന്നിട്ട് നമ്മൾ ആസ്വദിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വിഷ്വൽസ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്ര മനോഹരമാണെന്നുള്ളത്. കൂടുതൽ വെള്ളത്തിൽ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉണ്ട്. അത് ഞാൻ റിസോർട്ടിൽ പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ പാർട്ട് ബി ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.